കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ സ്വാശ്രയ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഏകോപനം ഏഞ്ചൽ മേരി. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം മിസ് നൈറ്റിംഗേൾ. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡും ഒക്കെ അടക്കി വാഴുന്ന ആധുനിക ഭക്ഷണ രീതിയിൽ നാം പഴങ്ങളും പച്ചക്കറികൾക്കും നൽകുന്ന പ്രാധാന്യം വളരെ കുറവാണ്. ധാരാളം ജീവകങ്ങൾ ശരീരത്തിന് ലഭിക്കാൻ സഹായിക്കുന്നവയാണ് പഴങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകത്തെ പറ്റിയാണ്. ജീവകം സി അല്ലെങ്കിൽ വിറ്റാമിൻ സി. അതിനായി അറിവിന്റെ ലോകം എന്ന അഭിമുഖ സംഭാഷണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവകങ്ങളെ പറ്റിയാണ്. അതിനായി നമ്മളോട് അറിവ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ കവിത നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. മാഡം, അറിവിന്റെ ലോകം എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മാഡം, ഇപ്പോൾ മിക്ക ആളുകളും അവരുടെ ആഹാര രീതി മൂലം പല രോഗങ്ങളിൽപ്പെട്ട് വലയുകയാണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങളല്ലേ ഇതിന് കാരണം? തീർച്ചയായും. നമ്മുടെ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് ജീവകങ്ങൾ. ഇപ്പോൾ ജീവകങ്ങളുടെ അഭാവം മൂലം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജീവകം സി ആണ്. മാഡം, ആദ്യം തന്നെ ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജീവകം ഏതാണ്? എല്ലാ ജീവകങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഓരോ ജീവകത്തിനും നമ്മുടെ ശരീരത്തിനുള്ളിൽ അതിൻ്റേതായ പ്രത്യേക ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് ഏതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അപ്പോൾ എല്ലാ ജീവകങ്ങളും ഒരേ അളവിൽ തന്നെയാണോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്? അങ്ങനെയല്ല. ഓരോ ജീവകത്തിനും നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ ധർമ്മങ്ങളാണുള്ളത്, അത് ഏത് ഭക്ഷണ സ്രോതസ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്, ഈ ജീവകങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നത്, ഇതിനൊക്കെ അനുസൃതമായിട്ടാണ് ഓരോ ജീവകങ്ങളുടെയും അളവ് നാം നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ കൊഴുപ്പിൽ അലിയുന്ന ജീവകങ്ങളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ. ഈ വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ ദിവസേന അധികമായി കഴിച്ചാൽ ഹൈപ്പർ വിറ്റമിനോസിസ് എന്നൊരവസ്ഥ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ സാധാരണയായി നമ്മളുടെ ശരീരത്തിൽ ഈ ജീവകങ്ങളുടെ അളവ് നിർണ്ണയിക്കുന്നത് അവയുടെ ധർമ്മങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വൈറ്റമിൻ സി എങ്ങനെയാണ് മാഡം? അത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണോ അതോ ജലത്തിൽ ലയിക്കുന്നവയാണോ? വിറ്റാമിൻ സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വെള്ളത്തിൽ അഥവാ ജലത്തിൽ ലയിക്കുന്ന ഒരു ജീവകമാണ്. ജീവകം സി ഭൂരിഭാഗം ജീവികൾക്കും സ്വന്തമായി തന്നെ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. മാഡം, നമ്മുടെ ശരീരത്തിന് ജീവകം സി സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയല്ല. ചില മത്സ്യങ്ങൾ, പക്ഷികൾ, നമ്മൾ മനുഷ്യർ, വവ്വാലുകൾ, ഗിനിപ്പന്നി, കുരങ്ങുകൾ മുതലായ ജീവികൾക്ക് സ്വയം ശരീരത്തിൽ വിറ്റാമിൻ സി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ അവർ ഭക്ഷണ സ്രോതസ്സുകളിൽ ആശ്രയിക്കേണ്ടി വരുന്നു. മാഡം, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പോഷകങ്ങൾക്കും ജീവകങ്ങൾക്കുമൊക്കെ രസതന്ത്രമുണ്ടെന്ന്. ജീവകം സിയുടെ രസതന്ത്രം എന്താണ്? വിറ്റാമിൻ സി ഒരു അമ്ലമാണ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നുള്ളതാണ്. വിറ്റാമിൻ സി ഒരു അമ്ലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനാൽ ഒരു അമ്ലത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും സവിശേഷതകളും വിറ്റാമിൻ സിക്കുണ്ട്. അപ്പോൾ നമുക്ക് വിറ്റാമിൻ സിയെ അസ്കോർബിക് ആസിഡ് എന്നും വിളിക്കാം അല്ലേ? തീർച്ചയായും. മാഡം, ഈ പറയുന്ന ജീവകം സി നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ആഹാരത്തിലൂടെ ലഭ്യമാകുന്ന ജീവകം സി മനുഷ്യ ശരീരത്തിൽ അഡ്രീനൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, നമ്മളുടെ വൃക്കകൾ, കരൾ, അണ്ഡാശയം, കണ്ണ് മുതലായ അവയവങ്ങളിൽ സംഭരിക്കപ്പെടുന്നു.
അധികമായി വ്യായാമം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തളർച്ചയോ ക്ഷീണമോ ഒക്കെ ബാധിക്കുമ്പോഴാണ് ജീവകം സി ശരീരത്തിൽ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. മേഡം പറയുന്നത് നമ്മൾ കഠിന ജോലികൾ ചെയ്യുമ്പോഴും തളർച്ച അനുഭവപ്പെടുമ്പോഴും ഒക്കെയാണ് ഈ വൈറ്റമിൻ സി ഉപയോഗിക്കപ്പെടുന്നത് എന്നാണോ? അതെ, സാധാരണയായി നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അധികമായി കഴിഞ്ഞാൽ തളർച്ച അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ സർവ്വസാധാരണമായി ചിലപ്പോഴൊക്കെ നമുക്ക് ക്ഷീണവും ബാധിക്കാറുണ്ട്. ഈ അവസരങ്ങളിലൊക്കെയാണ് ജീവകം സിയുടെ ഉപയോഗം കൂടുതൽ പ്രസക്തമാകുന്നത്. മാഡം, ഈ ജീവകം സിയുടെ അഭാവം മൂലം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത്? ജീവകം സിയുടെ അഭാവം ആദ്യം ബാധിക്കുന്നത് മീസൻകൈമൽ കലകളുടെ പ്രവർത്തനശേഷിയാണ്. ഇതുമൂലം കാപ്പിലറി രക്തധമനികൾ പൊട്ടാനിടയാകുന്നു. കൂടാതെ പല്ലുകൾ കൊഴിയുന്നതിനും മോണയിൽ നിന്ന് രക്തം വരുന്നതിനും സന്ധികൾക്ക് ബലക്ഷയവും വീക്കവും ഉണ്ടാകാനും ഇത് കാരണമാകുന്നു. ഇതെല്ലാം തന്നെ സ്കർവി എന്ന ജീവകം സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ്. അപ്പോൾ ജീവകം സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണോ സ്കർവി? അതെ, നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ, അതായത് രക്തധമനികൾ പൊട്ടുന്നതും പല്ലുകൾ ഇളകിക്കൊഴിയുന്നതും മോണയിൽ നിന്ന് രക്തം വരുന്നതും ഒക്കെ തന്നെ ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ജീവകം സിയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജീവകം സിയുടെ മറ്റു ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുറിവുകൾ വേഗം ഉണങ്ങുന്നതിനും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും ഒപ്പം രക്തക്കുഴലുകളുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. ഇത് മാത്രമല്ല, കണ്ണിന് തിമിരരോഗം ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അതോടൊപ്പം ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാഡം, ഞാൻ കേട്ടിട്ടുണ്ട് ഈ അപകടം പറ്റിയവരും മുറിവ് സംഭവിച്ചവരുമൊക്കെ ധാരാളം ജീവകം സി അടങ്ങിയ ആഹാരം കഴിക്കണമെന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ശരിയാണ്, വിറ്റാമിൻ സി അടങ്ങിയ ആഹാരം മുറിവുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായി കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതുമൂലം നമ്മുടെ ശരീരത്തിൽ മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടായി. ഈ മുറിവ് കാരണം ആ വ്യക്തിക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിറ്റാമിൻ സിക്ക് ആൻറ്റി ഇൻഫെക്റ്റീവ് എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. അതിനാൽ മുറിവുണ്ടാകുമ്പോൾ വിറ്റാമിൻ സി അടങ്ങിയ ഗുളികകൾ നമ്മൾ കൂടുതലായി ആ രോഗികൾക്ക് നൽകാറുണ്ട്. ഇതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആ വ്യക്തിയെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. മാഡം, ഒരാളുടെ ശരീരത്തിൽ എത്രമാത്രം ജീവകം സി ആണ് ആവശ്യമുള്ളത്? ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ അനുസരിച്ച് ഒരാൾക്ക് ദിവസേന 45 മില്ലിഗ്രാം ജീവകം സി ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ വൈറ്റമിൻ സി കഴിക്കേണ്ടത്? പ്രധാനമായും ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, മുലയൂട്ടുന്ന അമ്മമാർ, പ്രായം ചെന്നവർ ഇവരൊക്കെയാണ് ജീവകം സി കൂടുതലായി ഭക്ഷിക്കേണ്ടത്. മാഡം, ജീവകം സി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും. അമോണിയം ക്ലോറൈഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ ജീവകം മൂത്രത്തിലൂടെ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതിനാൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ കൂടുതലായും ജീവകം സിയുടെ അളവ് കൂട്ടേണ്ടതുണ്ട്. മാഡം, ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ജീവകം സി ധാരാളമായി അടങ്ങിയിട്ടുള്ളത്? നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ നാരുവർഗത്തിലുള്ള ഫലങ്ങളിലും മുന്തിരിങ്ങ, തക്കാളി, കാബേജ്, നെല്ലിക്ക തുടങ്ങിയവയിലും പിന്നീട് ഇലക്കറികളിലും തണ്ണിമത്തൻ, പപ്പായ, ഏത്തപ്പഴം, കോളിഫ്ലവർ, ചേമ്പ് മുതലായവയിലും ജീവകം സി അടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ആപ്പിൾ തുടങ്ങിയവയിൽ ജീവകം സിയുടെ അളവ് താരതമ്യേന കുറവാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, വിറ്റാമിൻ സി ഒരു ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ജീവകമാണ്. അതുകൊണ്ട് തന്നെ ചെറുതായി ചൂട് തട്ടിയാൽ തന്നെ അതിലുള്ള വിറ്റാമിൻ സിയുടെ അളവ് നഷ്ടമാകും. സാധാരണയായി പാലിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പാല് തിളപ്പിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി നഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ജീവകം സിയുടെ അളവും താരതമ്യേന കുറവാണ്. ഇന്നത്തെ അറിവിന്റെ ലോകം എന്ന പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ജീവകം സിയെ കുറിച്ചാണ്. ജീവകം സിയുടെ സ്രോതസ്സുകൾ, രസതന്ത്രം, അവയുടെ അഭാവം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനായി
നമുക്കൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച കവിതാ മേഡത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശ്രോതാക്കളെ, വിറ്റാമിൻ സി അഥവാ ജീവകം സിയുടെ പ്രാധാന്യവും അവ അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുമൊക്കെ. അതുകൊണ്ട് ഓറഞ്ചും നെല്ലിക്കയും എല്ലാം ധാരാളമായി കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വരുന്ന എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി ഞാൻ വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം മിസ് നൈറ്റിംഗേൾ. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വാശ്രയ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഏകോപനം ഏഞ്ചൽ മേരി. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.